children, welcome to our channel. ഇന്ന് നമ്മൾ 10th CBSE മാത്സ് ആണ് പഠിക്കുന്നത്. ഇതിൽ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഏരിയാസ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ്. അതായത് രണ്ട് സിമിലർ ട്രയാങ്കിൾസിൻ്റെ ഏരിയാസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഏരിയാസും അതിൻ്റെ സൈഡ്സും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതാണ് നമ്മളൊരു തിയറമായിട്ട് ഈ ഇതിൽ പഠിക്കുന്നത്. ദ റേഷ്യോ ഓഫ് ദി ഏരിയാസ് ഓഫ് ടു സിമിലർ ട്രയാങ്കിൾസ് ഈസ് ഈക്വൽ ടു ദി സ്ക്വയർ ഓഫ് ദി റേഷ്യോ ഓഫ് ദെയർ കറസ്പോണ്ടിങ് സൈഡ്സ്. ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. ഒന്ന് ABC, രണ്ടാമത്തത് PQR. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണെന്നുള്ള കാര്യം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ്, ആ ഏരിയാസിൻ്റെ റേഷ്യോ, അതായത് ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR ഈസ് ഈക്വൽ ടു AB സ്ക്വയർ ബൈ PQ സ്ക്വയർ. ആണ് സ്ക്വയർ ഓഫ് ദി റേഷ്യോ ഓഫ് ദെയർ കറസ്പോണ്ടിങ് സൈഡ്സ്. ABക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡാണ് PQ, BCയുടെ കറസ്പോണ്ടിങ് സൈഡാണ് QR, അതുപോലെ ACയുടെ കറസ്പോണ്ടിങ് സൈഡാണ് PR. അപ്പോൾ ഇഫ് ട്രയാങ്കിൾ ABC സിമിലർ ട്രയാങ്കിൾ PQR, ട്രയാങ്കിൾ ABC സിമിലർ ട്രയാങ്കിൾ PQR ഇങ്ങനെയാണെങ്കിൽ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മുടെ ഈ ഒരു തിയറം ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്നത്. അതായത് therefore ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR ഈസ് ഈക്വൽ ടു AB ബൈ PQ the whole square is equal to BC by QR the whole square is equal to AC by PR the whole square. അതായത് അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോയുടെ സ്ക്വയർ, അങ്ങനെയാണ് റേഷ്യോ, സ്ക്വയർ ഓഫ് ദി റേഷ്യോ ഓഫ് ദെയർ കറസ്പോണ്ടിങ് സൈഡ്സ്, അതും ഈ ഏരിയയുടെ റേഷ്യോസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ കമൻസൊക്കെ അയക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. ഡയഗണൽസ് ഓഫ് എ ട്രപ്പീസിയം ABCD വിത്ത് AB പാരലൽ DC intersect each other at the point O. If AB equal to 2CD, find the ratio of the areas of triangles AOB and COD. അപ്പോൾ ഒരു ട്രപ്പീസിയമാണ് തന്നിരിക്കുന്നത്. ഡയഗണൽസ് ഓഫ് എ ട്രപ്പീസിയം ABCD. ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ്, എനി വൺ ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. ഏതെങ്കിലും എനി വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. ഏതെങ്കിലും ഒരു രണ്ട് സൈഡുകൾ, ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആണെങ്കിൽ അതിന് നമുക്ക് ട്രപ്പീസിയം എന്ന് പറയാം. അപ്പോൾ ഇവിടെ രണ്ട് സൈഡ് പറഞ്ഞിട്ടുണ്ട്, AB പാരലൽ DC. ABക്ക് പാരലലാണ് DC. അതിൻ്റെ ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു ഈച്ച് അതർ അറ്റ് ദി പോയിന്റ് O. ഇഫ് AB ഈക്വൽ ടു 2CD, ഫൈൻഡ് ദി റേഷ്യോ ഓഫ് ദി ഏരിയാസ് ഓഫ് ട്രയാങ്കിൾസ് AOB ആൻഡ് COD. അപ്പോൾ നമുക്കറിയാം ഇവിടെ AB ഈക്വൽ ടു 2CD എന്ന് തന്നിട്ടുണ്ട്. അതായത് ABയും CDയും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഇത് ഏരിയാസും സൈഡ്സും തമ്മിലുള്ള ഒരു റിലേഷനാണ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? റേഷ്യോ ഓഫ് ദി ഏരിയാസ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് ഈസ് ഈക്വൽ ടു ദി റേഷ്യോ ഓഫ് ദി സ്ക്വയർ ഓഫ് ദി റേഷ്യോസ് ഓഫ് ദെയർ കറസ്പോണ്ടിങ് സൈഡ്സ്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ട്രപ്പീസിയം വരയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രപ്പീസിയം ABCD. AB പാരലൽ CD.
അതിൻ്റെ ഡയഗണൽസ് ആണ് എ സിയും പി ഡിയും. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഒ. ദെൻ ഇഫ് എ ബി ഈക്വൽ ടു 2CD ആണെങ്കിൽ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദി ഏരിയാസ് ഓഫ് ദി ട്രയാങ്കിൾസ് എ ഒ ബി ആൻഡ് സി ഒ ഡി. അപ്പോൾ എ ഒ ബി ഏതാ സി ഒ ഡി ഏതാണെന്ന് ആദ്യം നോക്കാം. എ ഒ ബി എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രയാങ്കിളാണ്. സി ഒ ഡി എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രയാങ്കിളാണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഏരിയാസിൻ്റെ റേഷ്യോസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെങ്കിൽ അതിൻ്റെ ഏരിയാസിൻ്റെ റേഷ്യോസ് എന്ന് പറയുന്നത് അതിൻ്റെ സൈഡിൻ്റെ റേഷ്യോസിൻ്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ രണ്ട് സൈഡിൻ്റെ റേഷ്യോസ് തന്നിട്ടുണ്ട്. അതായത് എ ബി ഈക്വൽ ടു 2CD എന്ന് തന്നിട്ടുണ്ട്. എ ബി ഈക്വൽ ടു 2CD. ഇതിൽ നിന്ന് നമുക്ക് ഈ സി ഡി താഴെ കൊണ്ടുവരാം. അതായത് എ ബി ബൈ സി ഡി ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 1. അതായത് ഇവിടെ വൺ ഉണ്ട്, 1AB ഈക്വൽ ടു 2CD എന്നാണ്. അപ്പോൾ എ ബി ബൈ സി ഡി താഴേക്ക് വരുമ്പോൾ 2 ഡിവൈഡഡ് ബൈ 1 ആവും. അങ്ങനെയാണ്. അതായത് എ ബിയുടെയും സി ഡിയുടെയും റേഷ്യോ തന്നിട്ടുണ്ട് 2/1 ആണ്. അപ്പോൾ നമുക്കിനി ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെങ്കിൽ അതിൻ്റെ ഏരിയാസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2/1 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ആദ്യം തന്നെ ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എ ഒ ബി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും സി ഒ ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും സിമിലർ ആണോ എന്നാണ്. അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്യാനായിട്ട് ക്രൈറ്റീരിയാസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ക്രൈറ്റീരിയ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇൻ ട്രയാങ്കിൾ എ ഒ ബി ആൻഡ് സി ഒ ഡി, ആംഗിൾ എ ഒ ബി ഈക്വൽ ടു ആംഗിൾ സി ഒ ഡി. അതായത് ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. കാരണം എന്താ, ഇത് രണ്ട് ലൈൻസ് ആണ്, അത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് ആംഗിൾസ് ആണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ അതാദ്യം എഴുതാം. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ആദ്യം എഴുതി, ആംഗിൾ എ ഒ ബി ഈക്വൽ ടു ആംഗിൾ സി ഒ ഡി. എൻ്റെ റീസൺ എഴുതാം, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്നാണ് ചുരുക്കി എഴുതുന്നത്. ഇനി നമുക്ക് ഒരു ആംഗിളും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എ ക്രൈറ്റീരിയ വെച്ചിട്ട് ഈ ട്രയാങ്കിൾ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ആംഗിൾ ഒ എ ബി എന്ന് പറയുന്ന ആംഗിളും ആംഗിൾ ഒ സി ഡി, അതായത് ഈ ആംഗിളിനും ഒരു പ്രത്യേകതയുണ്ട്. അതായത് എ ബിയും ഡി സിയും പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ രണ്ട് പാരലൽ ലൈൻസ് കട്ട് ചെയ്യുന്ന ലൈൻ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ വരുന്ന ആംഗിളും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അതായത് ഞാൻ കുറച്ച് വലുതാക്കി വരാം. അതായത് രണ്ട് പാരലൽ ലൈൻസ് ഇതിനെ കട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ഇങ്ങനെ പോകുമ്പോൾ ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ എ ബിയും സി ഡിയും പാരലാണ്. ഈ എ സി എന്ന് പറയുന്ന ലൈൻ ഇതിൻ്റെ ട്രാൻസ്വേഴ്സലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒ എ ബി ഈക്വൽ ടു ഒ സി ഡി എന്ന് എഴുതാം. അപ്പോൾ അതും കൂടി അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതാം. അപ്പോൾ അതിവിടെ എഴുതി കൊടുത്തു, ആംഗിൾ ഒ എ ബി ഈക്വൽ ടു ആംഗിൾ ഒ സി ഡി. അതിൻ്റെ റീസൺ എന്താ, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഇപ്പോൾ നമുക്ക് രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടി. രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ആ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ്. ദെയർഫോർ ട്രയാങ്കിൾ എ ഒ ബി സിമിലർ ട്രയാങ്കിൾ സി ഒ ഡി. ഈ ഒരു ആംഗിളും ഈ ട്രയാങ്കിളും സിമിലർ ആണ്. അതിൻ്റെ റീസൺ എന്താണ്, എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ. അപ്പോൾ എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഒ ബി ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ സി ഒ ഡി ഈസ് ഈക്വൽ ടു എ ബി ബൈ സി ഡി ദ ഹോൾ സ്ക്വയർ. ഈ ട്രയാങ്കിളിൻ്റെ എ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡാണ് ഈ ട്രയാങ്കിളിൻ്റെ സി ഡി എന്ന് പറയുന്ന സൈഡ്. അപ്പോൾ എ ബി ബൈ സി ഡി ദ ഹോൾ സ്ക്വയർ, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. അപ്പോൾ നമുക്ക് എ ബി ബൈ സി ഡി കിട്ടിയിട്ടുണ്ടായിരുന്നു 2/1 അല്ലേ. അതായത് എ ബി ഈക്വൽ ടു 2CD എന്നു, അതിൽ നിന്ന് എ ബി ബൈ സി ഡി ഈക്വൽ ടു 2/1 എന്ന് കിട്ടിയിട്ടുണ്ടായി. അങ്ങനെയാണെങ്കിൽ നമുക്കതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എങ്ങനെ, എ ബി ബൈ സി ഡി ഈക്വൽ ടു 2/1 ദ ഹോൾ സ്ക്വയർ.
അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഒ ബി ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ സി ഒ ഡി ഈസ് ഈക്വൽ ടു 2/1 ദ ഹോൾ സ്ക്വയർ. ഇതിനെ 4/1 എന്ന് എഴുതാം. 2 സ്ക്വയർ 4, 1 സ്ക്വയർ 1. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് ട്രയാങ്കിൾ എ ഒ ബി ഡിവൈഡഡ് ബൈ റേഷ്യോ ഓഫ് ട്രയാങ്കിൾ എ ഒ ബി ആൻഡ് ട്രയാങ്കിൾ സി ഒ ഡി ഈസ് ഈക്വൽ ടു 4:1 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഇത് എഴുതുമ്പോൾ ഇതിൻ്റെ ഒരു റീസണും കൂടി എഴുതാം. സിൻസ് ട്രയാങ്കിൾ എ ഒ ബി സിമിലർ ട്രയാങ്കിൾ സി ഒ ഡി, ഇത് രണ്ടും സിമിലർ ആയതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ നമുക്ക് എഴുതാൻ പറ്റും, ഈ ഒരു റിലേഷൻ നമുക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ഇനി ലാസ്റ്റ് എഴുതാം റേഷ്യോ ഓഫ് ട്രയാങ്കിൾ എ ഒ ബി ആൻഡ് ട്രയാങ്കിൾ സി ഒ ഡി ഈസ് ഈക്വൽ ടു 4:1. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതി കൊടുക്കുക. അപ്പോൾ 4/1 എന്ന് പറഞ്ഞാൽ 4:1 ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ 4:1 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യുക, എന്നിട്ട് ഒരു തിയറം അവിടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അയക്കണം. ഓക്കെ, താങ്ക് യു.